പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിലെ വികസനം കണ്ടിട്ട് കിളി പോയ ഒരു ടീമിന്റെ, ഒരു കൂട്ടരുടെ ഒരു അഭ്യാസ പ്രകടനമാണ്. ഈ റോഡിന്റെ പഞ്ചറടക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ ഉണ്ടായത്. ഇതില് ഗഡ്കരിയും അതേപോലെ മുഖ്യമന്ത്രിയും അതേപോലെ റിയാസും എല്ലാം മുഖംമൂടി അണിഞ്ഞ പ്രവർത്തകരാണ് ഈ മുഖ്യമന്ത്രിയും റിയാസും വന്ന് റോഡ് ഒട്ടിക്കാൻ പറഞ്ഞിട്ട് ഇവർ ഒട്ടിക്കാൻ കേട്ടോ. കാരണം അത് ഒട്ടിക്കേണ്ട രൂപത്തിൽ പണിതത് മുഖ്യമന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കുക, അതല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ആണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് കണ്ട ആർക്കും മനസ്സിലാവും ഈ റോഡ് ആരാണ് പണിയുന്നത്, ഇത് എങ്ങനെയാണ് പണിയുന്നത് എന്നൊക്കെ നല്ലതുപോലെ ബോധ്യമുള്ള മഹാന്മാരാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. പ്രത്യേകിച്ചൊന്നല്ല, മറ്റുള്ള ആളുകളെ എങ്ങനെ പൊട്ടന്മാരാക്കാൻ പറ്റും. നമ്മളോ പിന്നെ ഗുഡ് നൈറ്റിൻ്റെ ആളുകളാണ്. കാരണം നേരം വെളുക്കാത്ത ആളുകൾ എന്നാണ് ഇവരെ കുറിച്ച് നമ്മുടെ ഇ.കെ. നായനാർ പണ്ട് പറഞ്ഞിട്ടുള്ളത്. ആ വിഭാഗത്തിൽ മറ്റുള്ള ആളുകളെയും കൂടി പെടുത്താൻ എങ്ങനെ പറ്റും എന്നൊരു ചിന്താഗതി കൊണ്ടാണ് ഇവർ നടക്കുന്നത്. അതല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു പ്രഹസനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് കേരള ഗവൺമെൻറ് അല്ല അതിൻ്റെ പണി നടത്തുന്നത്. എല്ലാ ആളുകൾക്കും അറിയാം, ഇത് പരിപൂർണമായിട്ട് കേന്ദ്രം ഗവൺമെൻറ്റാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യിക്കുന്നത്. അതിവർക്കും അറിയാം, ഇവർക്കറിയായിട്ടല്ല. പക്ഷെ ഇലക്ഷൻ വരില്ലേ, ഈ പാലം എങ്ങനെയെങ്കിലും പിന്നെ ഇവരുടെ തലയിൽ ഇത് ഇവരുണ്ടാക്കിയതാന്ന് പറയുന്നത്. ഇതിന് സ്ഥലം എടുത്തു കൊടുത്തു. അത് LDF സർക്കാർ ചെയ്ത് തന്നെയാണ്, മറ്റവരെ കൊണ്ട് പറ്റിയില്ല. നിങ്ങളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് LDF സർക്കാർ സ്ഥലം എടുത്തു കൊടുത്തപ്പോഴാണ് പാലം പണിതത്. അത് അവരുടെ ഒരു നേട്ടം തന്നെയാണ്, അത് നേട്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. ആ നേട്ടത്തെ കോട്ടായിട്ട് കാണിക്കാൻ നിങ്ങൾ ഇത്തരം ജാട കൊണ്ട് നടന്നാലൊന്നും ഒരിക്കലും അത് എവിടെയും വില പോവില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അങ്ങനെ ഈ പൊളിഞ്ഞ റോഡ് എടുത്തിട്ട് പിണറായി വിജയൻ്റെ അതേമാതിരി തന്നെ LDF സർക്കാരിൻ്റെയും തലയിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും കെട്ടിവെക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു റോഡ്, അതായത് ഈ നാഷണൽ ഹൈവേ ഇവിടെ വന്നതിൻ്റെ പരിപൂർണ ക്രെഡിറ്റും LDF സർക്കാരിന് തന്നെയാണ്. കാരണം നിങ്ങളാണെങ്കിൽ ഒരു തരത്തിലും നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ ഇത്ര സ്ഥലം എടുത്തു കൊടുക്കാൻ, അത് ഉറപ്പാണ്. അതിൻ്റെ ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിക്കുക എന്താ വെച്ചാൽ, ഇത്ര ആളുകളുടെ അടുത്ത് സ്ഥലം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് പിണങ്ങേണ്ടി വരും. അപ്പോൾ അവർ നമുക്ക് വോട്ട് ചെയ്യില്ലേ, അവർ നമ്മളെ വിട്ടു പോകുമോ, നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിങ്ങളുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ഥലം എടുത്ത് കൊടുക്കാതിരുന്നത് തന്നെ. മനസ്സിലായോ? അതുകൊണ്ട് പിന്നീട് വന്ന LDF സർക്കാരിന് എന്ത് പറ്റി, ആ സ്ഥലത്തിന് പൈസ കൊടുക്കേണ്ടി വന്നു. 25% പൈസ ഗവൺമെൻറ് കൊടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. അപ്പോൾ അതും കൂടി നമ്മൾ കൊടുക്കേണ്ടി വന്നു. നമ്മുടെ LDF സർക്കാർ കൊടുത്ത് സ്ഥലം എടുത്തു കൊടുത്തു. കേന്ദ്രത്തിനൊരു നഷ്ടമില്ല, അവർ ടോള് പിരിക്കും പൈസക്ക്.